ഹേ ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ ഗോസ് ചേട്ടൻ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേൾഡ് കപ്പ് 2026 പ്രൊഡിക്ഷൻ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് സർപ്രൈസിങ് ആയിട്ടുള്ള ടീം, ആരാണ് ഫ്ലോപ്പ് ആകാൻ പോകുന്ന ടീം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആരാണ് ഈ വർഷത്തെ വേൾഡ് കപ്പ് 2026 ട്രോഫി ഉയർത്താൻ പോകുന്ന ടീം. ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രൊഡിക്ഷൻ വീഡിയോ ആണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ഗായ്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഫിഫയുടെ ഒഫീഷ്യൽ പേജ് വന്നിരിക്കുകയാണ്. ഫിഫയുടെ ഒഫീഷ്യൽ പേജിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രഡിക്ഷൻ ഗെയിം കളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രൂപ്പ് എയിൽ കൊറിയ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, ചെക്കിയ. ഈ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു കൊറിയ ആയിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. മെക്സിക്കോ സെക്കൻഡ് ആയിരിക്കും, അവർ അത്യാവശ്യം നല്ല ടീമാണ്. പിന്നെ ചെക്കിയ തേർഡ് ആയിരിക്കും, സൗത്ത് ആഫ്രിക്ക ഔട്ടാകും. ഗ്രൂപ്പ് ബിയിൽ കാനഡ, ബോസ്നിയ, ഖത്തർ, സ്വിറ്റ്സർലൻഡ് ആയിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. കാനഡ സെക്കൻഡ്, ബോസ്നിയ തേർഡ്, ഖത്തർ ലാസ്റ്റ്. ഖത്തർ ഔട്ടോ. ബ്രസീൽ, മൊറോക്കോ. അത്യാവശ്യം ബ്രസീലും മൊറോക്കോ തമ്മിൽ നല്ല മാച്ചായിരിക്കും. ബ്രസീലായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. മൊറോക്കോ സെക്കൻഡ്, സ്കോട്ട്ലൻഡ് തേർഡ്, ഹെയ്ത്തി ഔട്ടാകും. വായ്പ അടിക്കുക, വീട്ടിൽ പോവുക. USA, പരാഗ്, തുർക്കി ആയിരിക്കും ഇവിടെ ലീഡ് ചെയ്യാൻ പോകുന്നത്. USA സെക്കൻഡ് ആയിരിക്കും. USA പരാഗ് മേ ബി സെക്കൻഡ് ആയിരിക്കും. പരാഗ് അത്യാവശ്യം നല്ല ടീമാണ്, പക്ഷേ ഞാൻ പിക്ക് ചെയ്യുന്നത് USA ആയിരിക്കും. USA മേ ബി സെക്കൻഡ് ആയിരിക്കും. തേർഡ് പരാഗ്. ഓസ്ട്രേലിയ ഒരു ചാൻസും ഇല്ല. ജർമ്മനിക്ക് അത്യാവശ്യം ഈസി ഗ്രൂപ്പാണ്. ഐവറി കോസ്റ്റ്, ഇക്വഡോർ. അത് പുതിയ ടീമാണെന്ന് തോന്നുന്നു. ജർമ്മനി ആയിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. ഐവറി കോസ്റ്റ് നല്ല ടീമാണ്. ഇക്വഡോർ വേൾഡ് കപ്പ് വരുമ്പോൾ നല്ലപോലെ കളിക്കാറുണ്ട്. ഇക്വഡോർ ആയിരിക്കും സെക്കൻഡ്. തേർഡ് ഐവറി കോസ്റ്റ് ആയിരിക്കും. കുർക്കാവ് ഔട്ടാവും, പുതിയ ടീമാണ്, ഒരു ഔട്ടാവും. നെതർലൻഡ്സ്, ജപ്പാൻ. ഇതാണ് അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പ്. സ്വീഡൻ അത്യാവശ്യം നല്ല ഗ്രൂപ്പാണ്. ജപ്പാനും നെതർലൻഡ്സുമാണ് അതിൽ ബെസ്റ്റ് ടീം. ജപ്പാനായിരിക്കും ലീഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, കാരണം അവർ ടാക്റ്റിക്കൽ വൈസ് ഗെയിംസ് അവർ നല്ലൊരു പ്ലേ ആണ് അവർ കളിക്കുന്നത്. ജപ്പാനായിരിക്കും സെക്കൻഡ്. നെതർലൻഡ്സ് നല്ലതാണ്, പക്ഷേ അവർക്ക് നല്ല ഡിഫൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് പ്രോപ്പർ നമ്പർ 9 ഇല്ല അവർക്ക്, അതാണ് അവരുടെ പ്രശ്നം. സ്വീഡൻ തേർഡ് ആയിരിക്കും. ടുണീസിയ ഔട്ടാവും. അടുത്തത് ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ്. ബെൽജിയം ആയിരിക്കും ഇവിടെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ഈജിപ്ത് നല്ലൊരു ടീമാണ്, പക്ഷെ അവർ വേൾഡ് കപ്പ് വരുമ്പോൾ അവരെപ്പോഴും അവരുടെ പെർഫോമൻസ് വൈസ് അവരെപ്പോഴും താഴോട്ടാണ് പോകുന്നത്. ഇറാൻ ആണെങ്കിൽ റീസെൻ്റ്ലി നല്ലപോലെ പെർഫോം ചെയ്താണ് വേൾഡ് കപ്പിൽ തന്നെ വന്നത്. ഇറാൻ ആയിരിക്കും സെക്കൻഡ്. തേർഡ് ഈജിപ്ത് ആയിരിക്കും. ന്യൂസിലൻഡ് ഔട്ടാവും, ഒരു ചാൻസും ഇല്ല അവർക്ക്. സ്പെയിൻ, ഉറുഗ്വ, സൗദി അറേബ്യ. ഇവിടെ ഓഫ് കോഴ്സ് സ്പെയിൻ ആയിരിക്കും. ഉറുഗ്വ സെക്കൻഡ് ആയിരിക്കും. സൗദി അറേബ്യ തേർഡ്. കാബോ വെർഡെ, അത് പുതിയ ടീമാണ്, അവരും വൈബ് അടിക്കുക, വീട്ടിൽ പോവുക. ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്, നോർവേ. ഇവിടെ ഓഫ് കോഴ്സ് ഫ്രാൻസ് ആണ്, ജയൻസ് ആണ് അവരിപ്പം. സെനഗൽ നല്ല ടീമാണ്, സാഡിയോ മാനെ ആയിക്കോട്ടെ നല്ല ടീമാണ്. നോർവേ തേർഡ്, ഹാളൻഡ് തേർഡ് അടിക്കും. ഇതിന് അർജന്റീന ഈസി ആയിട്ട് ഗ്രൂപ്പ് വിൻ ചെയ്യും, നല്ല സ്കോറിലൊക്കെ ഗോൾസൊക്കെ അടിച്ച് നല്ല ഗ്രേഡ് കാണും അവർക്ക്. അത്യാവശ്യം മൂന്ന് ഗെയിംസ് വരെ ജയിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അൾജീരിയ ആയിരിക്കും സെക്കൻഡ്, അവരായിരിക്കും അർജന്റീനയ്ക്ക് ഇച്ചിരി ടഫ് കൊടുക്കുന്നത്, പക്ഷേ അർജന്റീന ആ കളിയും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഓസ്ട്രേലിയ നല്ല ടീമാണ്, ഓസ്ട്രേലിയ തേർഡ് അടിക്കും. ജോർദൻ ഔട്ടാകും. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ അത്യാവശ്യം ചെറിയ ഗ്രൂപ്പാണ്. പോർച്ചുഗൽ ലീഡ് ചെയ്യും. കൊളംബിയ ആയിരിക്കും അവർക്ക് ഇച്ചിരി ടഫ് കൊടുക്കുന്നത്, പക്ഷേ പോർച്ചുഗൽ ലീഡ് ചെയ്യാനാണ് ചാൻസ്. കൊളംബിയ സെക്കൻഡ്. കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും രണ്ടും നല്ല ടീമാണ്. എനിക്ക് തോന്നുന്നു കോങ്കോ ആയിരിക്കും തേർഡ്. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് ഫസ്റ്റ് ആയിരിക്കും. കോർഷ്യ, ഗാന, പനാമ. കോർഷ്യ ആയിരിക്കും സെക്കൻഡ്. ഗാന നല്ല ടീമാണ്, പനാമയും ചാൻസ് ഉണ്ട് തേർഡ് വരാൻ. അവർ റീസെൻ്റ്ലി അവർ നല്ലവരെയാണ് കളിച്ചിട്ടാണ് ക്വാളിഫയറിലൊക്കെ വന്നിട്ടുള്ളത്, പക്ഷേ എൻ്റെ പിക്ക് ഗാന ആയിരിക്കും. ഓക്കെ, പിക്ക് തേർഡ് ബെസ്റ്റ് പ്ലേസ് ടീംസ്. ഓക്കെ, ഓസ്ട്രിയ കയറും. നോർവേ എന്തായാലും കയറും. ഐവറി കോസ്റ്റ്, സ്വീഡൻ കയറും. പരാഗ് കയറും. ചെക്ക് റിപ്പബ്ലിക് കയറും. സ്കോട്ട്ലൻഡ് അവർക്ക് മക്ടോമിനിയൊക്കെ, പക്ഷെ അവർ ബാക്കി പ്ലേയേഴ്സ് അത്ര നല്ലതല്ല, ചാൻസ് കുറവാണ്. കോങ്കോ എത്ര ടീമുകളുണ്ട്? ഇനിയും 3 ടീമുകളുണ്ട്. ഗാന കയറാൻ ചാൻസ് ഉണ്ട്. ബോസ്നിയ കയറാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ബുണ്ടൻസ് ലീഗിലും ചാമ്പ്യൻഷിപ്പിലൊക്കെ അത്യാവശ്യം കുറച്ച് പ്ലേയേഴ്സൊക്കെ കളിക്കുന്നുണ്ട്, അവർ അത്യാവശ്യം നല്ല ടീമാണ്. ഒരു ടീമും കൂടെ ഈജിപ്താണ്. ഈജിപ്ത് അവർ വേൾഡ് കപ്പിൽ അവർക്ക് അത്ര നല്ല ഫോം അല്ല, അവരുടെ ഹിസ്റ്ററിയിലാണ് അവർക്ക് നല്ല ഫോം അല്ല. അവർക്ക് നല്ല ടീമൊക്കെ ഉണ്ട് അവർക്ക്, പക്ഷേ നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ മേ ബി ഈജിപ്ത് കയറുമായിരിക്കും.
നോക്കൗട്ട്സ് റൗണ്ട് ഓഫ് 32 ആദ്യത്തെ മാച്ച് ആദ്യത്തെ മാച്ച് മെക്സിക്കോ കാനഡ, പക്ഷേ ആദ്യത്തെ ജർമ്മനി പറയാം, ജർമ്മനി എന്തായാലും പരാഗെ ഔട്ടാവും. ഫ്രാൻസ് തൂക്കും. മെക്സിക്കോ കാനഡ അതായിരിക്കും അത്യാവശ്യം നല്ലൊരു മാച്ച്, കോമ്പറ്റീറ്റീവ് മാച്ച്. കാനഡയിൽ അൽഫോൺ ഡേവിഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ മെക്സിക്കോ ആയിരിക്കും കയറുന്നത്. ജപ്പാൻ മൊറോക്കോ ഇത് അത്യാവശ്യം നല്ല മാച്ചായിരിക്കും. ജപ്പാൻ നല്ല ടാക്ടിക്കൽ മാച്ച് കളിക്കും. മൊറോക്കോ ആണെങ്കിൽ ഫിസിക്കൽ ഗെയിമാണ്, അവർ ഫിസിക്കൽ ഗെയിം കളിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ജപ്പാൻ ആയിരിക്കും കയറാൻ പോകുന്നത്. കൊളംബിയ കോർഷ്യ ഇതും അത്യാവശ്യം നല്ല മാച്ചായിരിക്കും, പക്ഷേ എനിക്കൊന്ന് കോർഷ്യ ആയിരിക്കും കയറുന്നത്. അൾജീരിയ സ്പെയിൻ ഈസി ആയിട്ട് സ്പെയിൻ എന്തായാലും കയറും. അൾജീരിയയ്ക്ക് അത്ര പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, സ്പെയിൻ അടിപൊളി ടീമാണ്. തുർക്കിയ ബോസ്നിയ തുർക്കിയ കയറും. ബെൽജിയം ചെക്കിയ ബെൽജിയം കയറും. ബ്രസീൽ നെതർലൻഡ്സ് ബ്രസീലിന് അടിപൊളി ടാലൻസ് ഉണ്ട്. നെതർലൻഡ്സിന് അത്യാവശ്യം ഡിഫൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നും ബ്രസീലായിരിക്കും കയറുന്നത്. ഇക്വഡോർ സെനഗൽ അത്യാവശ്യം നല്ല മാച്ചായിരിക്കും. ഇക്വഡോർ നല്ല കളിക്കുമായിരിക്കും, പക്ഷെ സെനഗലായിരിക്കും കയറുന്നത്. കൊറിയ സ്വീഡൻ ഇത് നല്ല മാച്ചായിരിക്കും, പക്ഷേ കൊറിയ ഫോമിൽ കളിച്ചിട്ട് കൊറിയ കയറും. കൊറിയ ആയിരിക്കും ഇവിടെ കയറുന്നത്. ഇംഗ്ലണ്ട് നോർവേ ഇംഗ്ലണ്ട് എന്തായാലും കയറും. അർജന്റീന നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ഡെർബി കാണാൻ പറ്റും. അപ്പം ഇതെന്തായാലും അർജന്റീന ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല അത്യാവശ്യം ഹീറ്റഡ് മാച്ചായിരിക്കും, പക്ഷേ അർജന്റീന എന്തായാലും കയറും. അവർ അത്യാവശ്യം ഈസി ആയിട്ട് കയറാൻ ചാൻസ് ഉണ്ട്, പക്ഷേ പറയാൻ പറ്റത്തില്ല, നല്ല ടഫ് മാച്ചായിരിക്കും. USA വേൾഡ് വാർ 3 നമുക്ക് കിട്ടും ജൂലൈ 3. ഇത് വരുവാണെങ്കിൽ ഫുൾ മീംസും ട്രോൾസും ആയിരിക്കും. ഈ കളി എങ്ങാനും ഇറാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ USA ഫുട്ബോൾ കളിയെ നിർത്തുന്നതായിരിക്കും നല്ലത്. അമ്മാതിരി മീംസ് ആയിരിക്കും അവർക്ക് വരുന്നത്. അവർക്ക് ഓൾറെഡി മീംസ് കിട്ടുന്നുണ്ട്, അവരുടെ ചാൻസ് ഒക്കെ വെച്ചിട്ട് ഓൾറെഡി ആൾക്കാരൊക്കെ ട്രോളുന്നുണ്ട്. പക്ഷേ ഈ കളി ഇറാൻ ജയിക്കണമെന്നാണ് എനിക്ക് വിഷ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ പിക്ക് ചെയ്യുന്നു US ആയിരിക്കും ജയിക്കുന്നത്. ആ കളി അവരെങ്ങനെ ജയിക്കാൻ നോക്കും, പക്ഷെ അത് കോമഡി ആയിരിക്കും. ആ കളി വരണമെന്നാണ് ഞാൻ വിഷ് ചെയ്യുന്നത് ജൂലൈ 3. അടുത്തത് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ. ഇതിലും രണ്ടും അത്യാവശ്യം ടഫ് മാച്ച്, കോമ്പറ്റീറ്റീവ് ആയിരിക്കും, പക്ഷേ ഇത് സ്വിറ്റ്സർലൻഡ് ആയിരിക്കും കയറുന്നത്. പോർച്ചുഗൽ കയറും. റൗണ്ട് ഓഫ് 16 ആദ്യത്തെ മാച്ച് തന്നെ അടിപൊളി മാച്ചായിരിക്കും. ജർമ്മനിയും ഫ്രാൻസും. പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഇപ്പോൾ ഒരു ജയൻസ് ആണ്, അവർ എല്ലാം അടിപൊളി ടീമാണ്. എനിക്ക് ജർമ്മനിയേക്കാളും ബെറ്ററാണ്. ഫ്രാൻസ് എന്തായാലും കയറും. മെക്സിക്കോ ജപ്പാൻ ടാക്ടിക്കലി നല്ല ടീമാണ്. അവർ നമ്മളെ എപ്പോഴും സർപ്രൈസ് ചെയ്യുന്ന ടീമാണ്. ലാസ്റ്റ് വേൾഡ് കപ്പ്, അതിന് മുമ്പത്തെ വേൾഡ് കപ്പ് ആണെങ്കിലും എല്ലാവരും സർപ്രൈസ് ചെയ്ത ടീമാണ്. അപ്പം ജപ്പാൻ കയറും. അടുത്തത് കോർഷ്യ സ്പെയിൻ എന്തായാലും ജയിക്കും. തുർക്കി ബെൽജിയത്തിന് ഡിബ്രോയിനയുടെയും ലുക്കാക്കുവിൻ്റെയും കൂട്ടുകൂടെയൊക്കെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ബെൽജിയം കയറും. ബ്രസീൽ സെനഗൽ അത്യാവശ്യം നല്ല മാച്ചായിരിക്കും. ബ്രസീലിൻ്റെ ടാലൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ബ്രസീൽ ജയിക്കാനാണ് ചാൻസ്. ഇംഗ്ലണ്ട് കൊറിയ ഇംഗ്ലണ്ട് ജയിക്കും. അർജന്റീന അർജന്റീന ഈസി ആയിട്ട് ജയിക്കും. അത്യാവശ്യം നല്ല ഗോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സ്വിറ്റ്സർലൻഡ് പോർച്ചുഗൽ റീസെൻ്റ് ആണെങ്കിലും പോർച്ചുഗൽ സ്വിറ്റ്സർലൻഡ് തോൽപ്പിച്ചായിരുന്നു. അപ്പോൾ പോർച്ചുഗൽ എന്തായാലും കയറും. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാൻ ഫ്രാൻസ്. ഈ കളിയിലായിരിക്കും ജപ്പാൻ്റെ ടാക്റ്റിക്കൊക്കെ പൊളിയുന്നത്. കാരണം ഫ്രാൻസ് രക്ഷയില്ല, അവർ ജയിക്കും. അടുത്ത സ്പെയിൻ ബെൽജിയം. സ്പെയിൻ അടിപൊളി ടീമാണ്, സ്പെയിൻ ജയിക്കും. ബ്രസീൽ ഇംഗ്ലണ്ട് അത്യാവശ്യം നല്ലൊരു മാച്ചായിരിക്കും. ഇത് കാണാൻ അടിപൊളി രസമുള്ള മാച്ചായിരിക്കും. പക്ഷേ എനിക്കൊന്ന് ഇംഗ്ലണ്ട് കയറും, കാരണം ഇംഗ്ലണ്ടിന് അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അർജന്റീന പോർച്ചുഗൽ ഇത് നമ്മുടെ ഗോട്ട് മാച്ചായിരിക്കും. ഇത് നമ്മുടെ ഗോട്ട്സിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രീറ്റ് ആയിരിക്കും ഈ മാച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അടിപൊളിയായിരിക്കും. ഇത് വരാൻ നല്ല ഹൈ ചാൻസ് ആണത്. മെസ്സി vs റൊണാൾഡോ, ഇത് ഒരു രക്ഷയും കാണത്തില്ല ജൂലൈ 11. റീസെൻ്റ്ലി അർജന്റീന ഫോം പോരാ, പക്ഷേ ലാസ്റ്റ് വേൾഡ് കപ്പ് വെച്ച് നോക്കുമ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് വെച്ച് നോക്കുമ്പോൾ അർജന്റീന റീസെൻ്റ്ലി അത്ര പോരാ. പോർച്ചുഗലാണെങ്കിൽ റൊണാൾഡോ മാത്രമല്ല, റൊണാൾഡോ ഗോളൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിയെക്കാളും ബെറ്റർ പ്ലേയേഴ്സ് ഇപ്പോൾ ഉണ്ട് സ്ക്വാഡിൽ. പറയുവാണെങ്കിൽ ജോവോ നെവസ്, വിറ്റീനയൊക്കെ നല്ല ഫോമിലാണ്.
ന്യൂനോ മെൻഡസ് ഒക്കെ ലെഫ്റ്റ് ബാക്ക് നല്ല അടിപൊളി ഫോമാണ്. എനിക്ക് തോന്നുന്നു പോർച്ചുഗലായിരിക്കും ഇച്ചിരൂടെ റീസെൻ്റ്ലി ഫോം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പോർച്ചുഗലായിരിക്കും ജയിക്കാൻ ചാൻസ്. അത് പോർച്ചുഗലായിരിക്കും ജയിക്കുന്നത്. ഫസ്റ്റ് സെമിഫൈനൽ ഒരു അടിപൊളി മാച്ചായിരിക്കും ഫ്രാൻസ് vs സ്പെയിൻ. ഇത് വന്നു കഴിഞ്ഞാൽ എംബാപ്പെ vs യമാലായിരിക്കും. ഇത് ഹെഡ്ലൈൻ ആവാൻ ചാൻസ് ഉള്ളൊരു മാച്ചായിരിക്കും. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷ തീ പാറുന്ന മാച്ചായിരിക്കും. റീസെൻ്റ്ലി ആണെങ്കിലും സ്പെയിൻ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ. പക്ഷേ ഫ്രാൻസ് അവർ മെയിൻ ടീം സബ്ബും എല്ലാം ഫുള്ളി സ്ട്രോങ് ടീമാണ്. അവർക്ക് റീപ്ലേസ്മെൻ്റ് ഒക്കെ സബ്ബൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. രക്ഷയില്ല. അവർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. ഇതും രണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. സ്പെയിനും ഫ്രാൻസുമാണ് ബെസ്റ്റ് ടീംസ്. ഇവർ രണ്ട് ഗ്രൂപ്പിലായിരുന്നു. അവരായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഫൈനൽ വരേണ്ടത്. പക്ഷേ അവർ സെയിം ഗ്രൂപ്പിലായിപ്പോയി. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആയിരിക്കും ഫൈനലിൽ കയറുന്നത് ഫസ്റ്റ് ഫൈനലിസ്റ്റായിട്ട്. അടുത്ത് ഇംഗ്ലണ്ട് പോർച്ചുഗൽ. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര ടഫസ്റ്റ് വണ്ണാണ്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ അവർ പടിയെ കൊണ്ട് കല ഉടയ്ക്കും. അവർ അവസാന നിമിഷം എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. പാടാണ് ഈ കളി. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പോർച്ചുഗലാണ് അത്യാവശ്യം നല്ല ഫോമിലാണ് അവർ കളിക്കുന്നത്. അവർ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പം. ഇംഗ്ലണ്ടിന് മിഡും ഡിഫൻസൊക്കെ ഓക്കെയാണ്. പക്ഷെ മിഡാണ് അവർക്ക് നല്ലത്. വിങ്ങും അത്യാവശ്യം നല്ലതാണ്. പക്ഷെ പോർച്ചുഗൽ നല്ലപോലെ കൺട്രോൾ ചെയ്താണ് അവർ കളിക്കുന്നത്. എനിക്കൊന്ന് പോർച്ചുഗലായിരിക്കും ഫൈനലിൽ കയറുന്നത്. അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് 2026 ഫൈനൽ ഫ്രാൻസ് vs പോർച്ചുഗലായിരിക്കും. ഇത് അത്യാവശ്യം നല്ലൊരു മാച്ചായിരിക്കും. എക്സൈറ്റിംഗ് മാച്ചായിരിക്കും. പക്ഷേ ഫ്രാൻസ് vs പോർച്ചുഗൽ നിങ്ങൾ ശ്രദ്ധിച്ചറിഞ്ഞാൽ 2016 റീസെൻ്റ്ലി ഫ്രാൻസ് vs പോർച്ചുഗൽ 0-0 വന്ന കളി ഫ്രാൻസ് ജയിച്ചെങ്കിലും പോർച്ചുഗൽ കൺട്രോൾ ചെയ്താണ് കളിക്കുന്നത് നല്ലപോലെ. ആ കളി ഫ്രാൻസ് അത്ര വലിയ ടീമായിട്ട് പോലും അവർ നല്ലപോലെ കളി കൺട്രോൾ ചെയ്താണ് കളിക്കുന്നത്. പോർച്ചുഗലിന് നല്ല ചാൻസ് ഉണ്ട്. ഫ്രാൻസ് പക്ഷേ അവർക്ക് ഫുൾ സ്ട്രെങ്ത് ആണ്. അവർക്ക് എന്നാ പറയുന്നത്, വേൾഡിൽ ഇപ്പം സ്പെയിനും ഫ്രാൻസുമാണ് അതുപോലെ ഒരു നല്ല ടീമായിട്ട് നിൽക്കുന്നത്. പക്ഷേ പോർച്ചുഗൽ റീസെൻ്റ്ലി UEFA കോൺഫറൻസ് ലീഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പോർച്ചുഗലായിരിക്കും. എൻ്റെ പിക്ക് പോർച്ചുഗലാണ്. 2026 വേൾഡ് കപ്പ് ഫൈനൽ വിജയിക്കുന്ന പോർച്ചുഗലായിരിക്കും ഗൈസ്. എൻ്റെ പ്രഡിക്ഷൻ ഇതാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഇതൊരു രക്ഷയില്ലാത്ത വേൾഡ് കപ്പ് ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ലാസ്റ്റ് വേൾഡ് കപ്പ് മെസ്സി വേൾഡ് കപ്പ് അടിച്ച് പുള്ളിയുടെ ചാപ്റ്റർ പീക്കിലെത്തിച്ച് പുള്ളി ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള രീതിയിലാക്കി വെച്ചു. ഈ വേൾഡ് കപ്പ് മിക്കവാറും റൊണാൾഡോ പുള്ളിയുടെ പീക്കിലെത്തിച്ച് ഒരു വേൾഡ് കപ്പ് അടിച്ച് പുള്ളിയും പുള്ളിയുടെ ചാപ്റ്റർ ബെസ്റ്റായിട്ട് എൻഡ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. എനിക്ക് തോന്നുന്നു അതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കാണാനായിട്ട്. മെസ്സി അടിച്ചപ്പോൾ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ റൊണാൾഡോ അടിച്ചാൽ ഹാപ്പി ആയിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്ക് ഇംഗ്ലണ്ട് അടിക്കണമെന്നാണ്. പക്ഷേ ഇംഗ്ലണ്ട് ചാൻസ് ഇല്ല. ഇംഗ്ലണ്ട് അവസാനം വന്ന് ഇംഗ്ലണ്ട് ഔട്ടാവാൻ ചാൻസ്. അത് പോർച്ചുഗലായിട്ടാണ് വരുന്നത്. ഇംഗ്ലണ്ട് ഔട്ടാവാനാണ് എനിക്ക് ചാൻസ് കൂടുതൽ. എന്തായാലും ഗായ്സ് നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ബി സേഫ്, ബി ഹെൽത്തി, ലവ് യു ഗായ്സ്, ബൈ.